മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പരാതിയിന്മേൽ ജനങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് കൊഴിഞ്ഞാമ്പാറ പോലീസ്. പ്രതിഷേധവുമായി ജനകീയ ജനാധിപത്യ മുന്നണി. തിരിച്ചടവ് മുടങ്ങിയവരുടെ വീടുകളിലെത്തിയപ്പോൾ അസഭ്യം പറഞ്ഞതായി സ്ഥാപന ജീവനക്കാർ നൽകിയ പരാതിയിലാണ് ചർച്ച നടന്നത്. ചർച്ചയ്ക്കൊടുവിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കാണിച്ച് പരാതി തള്ളിയെങ്കിലും ജനകീയ ജനാധിപത്യ മുന്നണി പ്രതിഷേധമുയർത്തി. ബാങ്കിംഗ് നിയമങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന സംഘടന ആവശ്യപ്പെട്ടു. എരുത്തിയമ്പതി പൊതിക്കൽ 3 സെന്റ് ഗ്രാമത്തിലെ സ്ത്രീകളെ പലിശക്കാർ വീട്ടിലും ജോലിസ്ഥലത്തുമെത്തി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. എന്തായാലും ചിറ്റൂർ പോലീസ് ഇന്ന് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി പോലീസിന് പോലും അതൊരു വ്യാജവും കള്ളക്കേസാണെന്നുള്ള തിരിച്ചറിവുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ആ കേസ് റദ്ദ് ചെയ്യുകയാണ്, പരാതി റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നിലപാട്, ഈ നടപടി ഈ ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഈ കൊളോണിയൽ നിയമമായിട്ടുള്ള സർഫാസി വിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾക്കെതിരായിട്ടുള്ള ഫൈനാൻസ് മൂലധന കൊള്ളയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ തിരിച്ചടവിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അധികാരികൾ അലംഭാവം തുടരുകയാണെന്ന് ജനകീയ ജനാധിപത്യ മുന്നണി ആരോപിച്ചു. ഇരകളുടെ പരാതികൾക്ക് പുല്ലുവില കൽപ്പിക്കപ്പെടുന്നതായും മുന്നണി നേതാവ് വിളയോടി ശിവൻകുട്ടി ആരോപിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പരാതിപ്പെട്ടപ്പോൾ ഉടനടി നടപടിക്ക് മുതിർന്ന പോലീസ് ജനങ്ങളുടെ പരാതിയിൽ ഈ ശുഷ്കാന്തി കാണിക്കാറില്ലെന്ന് എരുത്തിയമ്പതി പൊതിക്കൽ 3 സെന്റ് ഗ്രാമത്തിലെ പ്രസിദ്ധ പറഞ്ഞു. അവർ ആദ്യം വന്ന ഉടനെ തന്നെ എന്നോട് ഫസ്റ്റ് ചോദിച്ചത്, നിനക്ക് ലോൺ പറയാൻ, ഞാൻ എൻ്റെ പേരിലല്ല ലോണ് സംഭവം. അപ്പോൾ ആ ലോൺ എടുത്ത അവരെന്നെ ഉടനെ തന്നെ എന്നോട് പറഞ്ഞത്, ലോൺ എടുത്താൽ നിനക്ക് കെട്ടാറിയില്ലേ, കെട്ടാൻ പറ്റില്ലെങ്കിൽ നീ പോയി ചാവടി എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് എൻ്റെ മോന് വീഡിയോ എടുക്കാൻ തുടങ്ങി, ഈ അസഭ്യം പറയാൻ തുടങ്ങിയത്. ഇവർ മാത്രമല്ല, ഇതിന് വേറെ ഉള്ള നിറയെ മൈക്രോ ഫിനാൻസുകാർ എന്നെ ഭയങ്കരമായി അപമാനപ്പെടുത്തൽ മൂലം എന്നെയല്ല അവിടെയുള്ള ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതിൽ നടക്കാവുന്ന, അവിടെ എൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇത് പറയുന്നെന്നുള്ളൂ. കുറേ പേര് വേദനയിലും ഇതെങ്ങനെ എവിടെ പോയി പറയുന്നെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ശബ്ദം, എൻ്റെ ഈ ഇത് വെക്കുന്നത് തന്നെ. ഞാൻ എല്ലാവർക്കും ന്യായം കിട്ടണം. ഇപ്പോൾ ഈ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു, എൻ്റെ വ്യാജ കേസ് ഇവിടെ എടുത്തപ്പോൾ അത് വ്യാജമാണെന്ന് അവർ മനസ്സിലായി. കൃത്യമായി സംസാരിച്ച് 2 കൂട്ടുകാരോടും എന്താണെന്ന് ചോദിച്ച് കൃത്യമായി അതിൽ ഇടപെടുകയും അതിലൊരു ഉത്തരം കിട്ടുകയും ചെയ്തു. ഞങ്ങൾ വന്നു. പക്ഷേ ഇത് എൻ്റെ മാത്രമല്ല പ്രശ്നം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മൈക്രോ ഫിനാൻസ് കെണിയിൽപ്പെട്ട് അതിൽ ഇരയായിട്ടുള്ള ഒട്ടനവധി നിറയെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ എത്ര പേര് മരിച്ചു പോകുന്നുണ്ട്, എത്ര പേര് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്, എത്ര പേര് സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. പക്ഷേ ഒരിക്കലും ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർ ഈ ലോണ് തിരിച്ചടക്കില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അവർ വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന രീതി, അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളെ കിടപ്പറയിൽ വന്നിട്ട് കിടക്കൂന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഞങ്ങളേക്ക് അങ്ങോട്ട് പോവുക, ഞങ്ങളെ പറയാൻ പറ്റാത്ത ജോലി ചെയ്യാൻ പറയുക, ഇതൊന്നും അവർക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിന് നേരെയാണ് ഞാൻ എതിർത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. എല്ലാവർക്കും നീതി വേണം. എന്നെപ്പോലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇതിനൊരു നീതി കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.